രാഹുലിന് പിന്നാലെ തരൂരും പുറത്തേക്കും. മാങ്കൂട്ടം ചെയ്തതിനേക്കാൾ കുറ്റകരമായ കാര്യങ്ങളാണ് തരൂർ ചെയ്യുന്നതെന്ന് ആരോപണം. കോൺഗ്രസ് പുറത്താക്കില്ല, രാജിവെപ്പിക്കും. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമീതെ വന്നാൽ മുറിച്ചു മാറ്റണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കോൺഗ്രസിൽ ഇത് വെട്ടി നിരത്തലുകളുടെ കാലം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ തിരുവനന്തപുരം എം.പി ഡോക്ടർ ശശി തരൂരിനെതിരെയാണ് കോൺഗ്രസിൽ അടുത്ത പടപ്പുറപ്പാട് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ രാഹുലിനെ പുറത്താക്കിയ പോലെ തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി രക്തസാക്ഷി പരിവേഷം കൊടുക്കണ്ട എന്ന ശക്തമായ നിലപാടിലാണ് തരൂർ വിരുദ്ധർ. തരൂർ വേണമെങ്കിൽ രാജിവെച്ച് പുറത്തു പോകട്ടെ, അല്ലാതെ പുറത്താക്കുകയല്ല വേണ്ടത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവരുടെ അഭിപ്രായം. രാഹുലിനെതിരെ ശബ്ദിച്ച പോലെ തന്നെ തരൂരിനെതിരെയും മാഞ്ഞടിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ശശി തരൂരിന്റെ ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്. അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് താൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറഞ്ഞു. ഒരു മനുഷ്യന് ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് നേടിയെടുക്കാനുള്ള പരമാവധി സ്വന്തമാക്കിയ തരൂരിന് ഇപ്പോൾ എന്താണ് അസ്വസ്ഥതയും അതൃപ്തിയും? എന്താണ് ഈ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഇനി നേടാനുള്ളത്? അദ്ദേഹത്തിന് ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസ് വിട്ട് BJP-ക്കൊപ്പം പോകാം. എത്ര പേർ പോയവരുടെ എല്ലാം സ്ഥിതി നാം കാണുന്നില്ലേ? അദ്ദേഹത്തിന് BJP-യിലേക്ക് പോകാം. എന്നാൽ BJP-യിൽ ചേരുന്നെങ്കിൽ അത് കോൺഗ്രസ് പുറത്താക്കിയിട്ടേ ചേരൂ എന്ന് വാശി പിടിച്ചാൽ ഈ ജന്മം അത് നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പനുസരിച്ച് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നില്ല. ഒരു രക്തസാക്ഷി പരിവേഷമൊന്നും അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കില്ല. ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന് പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിയെ അനുകൂലിച്ച തരൂർ പ്രസ്താവനകൾ നടത്തുമ്പോൾ കേരളത്തിലെ മതേതരവാദികളുടെ മനസ്സ് വേദനിക്കും. എന്തൊരു അപരാധമാണ് തരൂർ ചെയ്യുന്നത്! ഇയാളെ വെച്ച് വാഴിക്കരുത്. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമീതെ വന്നാൽ മുറിച്ചു തന്നെ മാറ്റണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. എന്തെങ്കിലും തീരുമാനമെടുത്ത് തരൂർ BJP-യിലേക്ക് പോയാൽ അദ്ദേഹത്തിനൊപ്പം ഒരാളും പോകില്ല. ഭാര്യയായ സുനന്ദ പുഷ്കർ ജീവിച്ചിരുന്നെങ്കിൽ അവർ പോലും അദ്ദേഹത്തിനൊപ്പം BJP-യിലേക്ക് പോകില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി. തരൂരിനെതിരെ നടപടി വേണമെന്ന് താൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടിയെടുക്കേണ്ടത് താനെങ്കിൽ നാളെ തന്നെ എടുത്തിരിക്കും. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കെങ്കിൽ ചുമ്മാ തെറിച്ചു പോകട്ടെ എന്നതാണ് തന്റെ പോളിസിയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചു. ഇത്രയും പരസ്യമായി തരൂരിനെതിരെ നേതാക്കൾ പലരും വന്നിട്ടും KPCC-യോ ഹൈക്കമാൻഡോ തരൂരിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് തരൂരിനെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നാവശ്യപ്പെടുന്ന നേതാക്കൾക്ക് കടുത്ത എതിർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നടപടിയെടുക്കേണ്ടത് താനാണെങ്കിൽ എന്ന് ഉണ്ണിത്താൻ പറഞ്ഞതുവരെ അതിന്റെ തെളിവാണ്. മോദി സ്തുതികൾ തരൂർ അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശക്തമായി തുടരുകയും ചെയ്യുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ തരൂരിനെതിരെയുള്ള നടപടിക്ക് ശക്തമായി പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിന് ശേഷം കോൺഗ്രസിൽ നിന്നും പുറത്തേക്കുള്ള ടിക്കറ്റ് തരൂരിനായിരിക്കുമെന്ന ഊഹം കോൺഗ്രസിനുള്ളിൽ ബലപ്പെടുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിൽ അടിക്കടി ഉണ്ടാവുന്ന കലാപങ്ങളും പൊട്ടിത്തെറികളും സംസ്ഥാനത്തെ വീണ്ടും ഒരു തുടർ ഭരണത്തിലേക്കാണ് നയിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.